പിന്നെ കടൽ കറി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇട്ട് പൊട്ടുമ്പോൾ കറിവേപ്പില ഇടുക, പിന്നെ സവാള ഇട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് വഴറ്റുക, സകല ഉപ്പും കൂടി ഇട്ട്. ഇത്രയേ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഇത്ര വാടി വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഷൂട്ട് ചെയ്തില്ല. നമുക്കൊരു കുറച്ച് നേരം അടച്ചു വെക്കാം. ഇനി നമുക്കിത് തുറന്നിട്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. അതിൻ്റെ പച്ചച്ചവ മാറുമ്പം പൊടികളൊക്കെ ഇടാം. ഇനി നമുക്ക് പൊടികളിടാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടിയിടാൻ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 കടല വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, അപ്പോൾ ശകലം മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് നല്ലപോലെ ഇളക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കളറ് മാറി മൂത്ത് പൊടികളൊക്കെ. ഇനി നമുക്ക് തക്കാളി ഇടാം. ചെറിയൊരു തക്കാളി കുനുകുന അരിഞ്ഞതാണ്, കുഞ്ഞൻ തക്കാളി, അത് മതി. ഇത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ആ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് കടലയിടാം. നമുക്കിനി ഇതിന് തുറക്കാം. തുറന്നിട്ട് തക്കാളിയൊക്കെ വെന്തോന്ന്. തക്കാളിയൊക്കെ വെന്ത്. കറി മസാല ഇടാൻ മറന്നുപോയി. നമുക്കിനി അതിടാം. കറി മസാല ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കടലയിടാം. കണ്ടോ, ഇത് വെന്ത് കുഴഞ്ഞ്, ആ തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞ്. ഞാൻ തക്കാളിയുടെ തൊലിയൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ടത്. ഇനി നമുക്ക് കടലയിടാം. എനിക്ക് വെള്ളക്കടല ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെള്ളക്കടലയാണ് വെച്ചിരിക്കുന്നത്. കടല ഉപ്പിട്ട് വേവിച്ച് ഉള്ളി വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. നമുക്ക് എത്രത്തോളം കറി വേണം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ചൂടുവെള്ളം അത് ഒഴിക്കുന്നു. നമുക്കിനി അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കിനി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും. അപ്പോഴത്തേക്ക് ഇതിനെ ഇടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. അതുകൊണ്ട് കുറച്ചൊരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് കറി സെറ്റാവും. കാരണം കടല വെന്ത് കറിക്കുള്ള ഉള്ളിയെല്ലാം വെന്തതാണ്. പിന്നെ തിളച്ച വെള്ളവും ഒഴിച്ചത്. ഇത് 5 മിനിറ്റ്, അപ്പോഴത്തേക്ക് കറി സെറ്റാവും, കുറുകി വരും. നമുക്കിനി അടപ്പ് തുറക്കാം. കറി എന്തായെന്ന് കറി റെഡിയാണ്. നമുക്കിനി മല്ലിയില ഇട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്യാം. തിളച്ചുകൊണ്ടിരിക്കുക.
അടച്ച് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. നമുക്കിനി കടലക്കറി റെഡിയായി. അതിൻ്റെ ഇഡ്ഡലിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയുടെ കൂടെ കടലക്കറി വെച്ച് കഴിക്കുക. ഇഡ്ഡലി ഉണ്ടതാ ഉണ്ട്, പഞ്ഞി പോലത്തെ ഇഡ്ഡലി. എനിക്ക് ഇഡ്ഡലിയുടെ സാമ്പാർ, കടലക്കറി ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. വേണ്ട, അത് ഇതാക്കുമ്പോൾ തന്നെ അതാ നല്ല ഉണ്ടോ.